ഒരു ദമ്പതികൾ ഗുരുവായൂരിൽ മധുര പലഹാരങ്ങളും കച്ചവടം ചെയ്യുന്നവർ ആയിരുന്നു. എന്നാൽ കുട്ടികളില്ലാത്തതിന്റെ വേദന അവരെ അകറ്റി നിർത്തിയ സമൂഹത്തിന്റെ പരിഹാസങ്ങളിൽ കൂടുതൽ ആഴത്തിലാക്കി. അവർ മനസ്സിൽ കൃഷ്ണൻ കുഞ്ഞായി ഭാവിച്ചു. അവനെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഉമ്മവെച്ച് താരാട്ടുകയും ചെയ്തു. സ്നേഹത്തിന്റെ ആ നഷ്ടഭാരവും കുട്ടിയില്ലാത്ത വേദനയും അവരെ ദുഃഖത്തിന്റെ അതിരുകൾക്കുള്ളിൽ ആക്കി. ഒരു ദിവസം അമ്മ കരഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പനോട് ചോദിച്ചു, ഏത് നേർച്ച ചെയ്താലും എന്തിനേയും അർപ്പിച്ചാലും അവർക്കെന്തുകൊണ്ട് കുഞ്ഞ് ലഭിക്കാത്തത്? വീട്ടിലെ ഏക സ്വർണ താലിമാല എടുത്ത് ഭഗവാനെ സമർപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഒരാഴ്ച പിന്നിട്ട് അമ്മയുടെ സ്വപ്നത്തിൽ കൃഷ്ണൻ വന്നിരുന്നു. ഉറച്ച സ്വരത്തിൽ താലിമാല നിരസിച്ച്, ഇത് അമ്മയ്ക്കുള്ളതല്ലേ എന്ന് ചോദിച്ചു. പകരം കൃഷ്ണൻ ലഡുക്കളെ അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സ്നേഹവേദനയുമായി അവർ ഗുരുവായൂരിൽ താലിമാല ആ അമ്മയുടെ കഴുത്തിൽ ചാർത്തി മധുരങ്ങൾ അർപ്പിച്ചു. ആ കണ്ണുനീർക്കുമാറില്ലാത്ത ദുഃഖത്തിനിടയിൽ ഒടുവിൽ ഭഗവാൻ അവർക്കൊരു പെൺകുഞ്ഞ് നൽകി. കൃഷ്ണനെ വളർത്തിയ അതേ സ്നേഹത്തോടെ അവരുടെ ജീവിതം ആ കുഞ്ഞിന്റെ ചിരിച്ചും കളിച്ചും വളർത്തി. ഇത് യഥാർത്ഥ ഭക്തന്റെ അനുഭവമാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നും ഒരു വസ്തുവും ഭഗവാന് ആവശ്യം ഇല്ല. എന്നാൽ ഭക്തിപൂർവം എന്താണ് കൊടുക്കുന്നത് അത് ഭഗവാൻ സ്വീകരിക്കുന്നു. ആ വസ്തുവിന്റെ മൂല്യം ഭക്തി കൊണ്ട് മാത്രം അളക്കാൻ പറ്റുള്ളൂ.